മദ്യപിച്ചെത്തിയ ബാലചന്ദ്രൻ വൈജയെ തല്ലുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, മഴ തോരും മുമ്പിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നതെന്ന് പറഞ്ഞാൽ വളരെ വലിയ സംഭവ വികാസങ്ങളാണ്. അതായത് ഇന്നത്തെ കഥയിലാണെങ്കിൽ നമ്മുടെ സ്റ്റാലിയെയും ഭാര്യ എൽസമ്മയെയും കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അലീനയോട് വല്യപ്പച്ചൻ പറയുകയാണ്. എൽസമ്മ എങ്ങനെയാണ് സ്റ്റാലിനെ ഉപേക്ഷിച്ച് സ്റ്റാലിനെ വേണ്ട എന്ന് വെച്ച് പോയതെന്ന് വരെ വല്യപ്പച്ചൻ അലീനയോട് പറയുമ്പോൾ, അതെന്താണ് ഡാഡിയെ, അതായത് പപ്പയെ അവർക്ക് വേണ്ടാത്തത്, പപ്പയുടെ കാശിനെ മാത്രം മതിയായത് എന്ന് ചോദിക്കുമ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ, പണ്ട് അവൻ ആർമി ക്യാമ്പിലായിരുന്നെന്നും ആ സമയം ഭാര്യയ്ക്ക് ഒരു സുരക്ഷിതത്വവും കാര്യങ്ങളൊക്കെ ലഭിക്കട്ടെ എന്ന് വിചാരിച്ചാണെന്നും പറയാണ് അവിടെ ആക്കിയത്. അവൾക്കാണെങ്കിൽ റീതാമ്മയെ വളരെ ജീവനാണെന്നും റീതാമ്മ പറഞ്ഞാൽ ഒരടി അങ്ങടും ഇങ്ങടും വെക്കില്ല എന്നും റീതാമ്മയുടെ കൂടെ താമസിക്കണമെന്നും പറഞ്ഞപ്പോൾ അഞ്ചലിൽ അവൻ വീടവൾക്ക് മേടിച്ച് കൊടുത്തതാണ് എന്ന് പറയുന്നു. പിന്നീട് അവർ ഇവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നു. അതിനുശേഷം മടങ്ങിയെത്തിയവൻ ഇവിടെ മേടിച്ച്, അതായത് എസ്റ്റേറ്റൊക്കെ മേടിച്ച് ഇവിടെ അങ്ങ് കൂടി എന്ന് പറയുന്നു. അല്ല, അപ്പോൾ അവരെ ഇവിടേക്ക് വിളിച്ചില്ലേ എന്ന് ചോദിക്കുന്നു. എൻ്റെ മോളെ, അവൻ വിളിച്ചൊന്നുമില്ല. അവൻ അവരെ വേണോ അതോ സമാധാനം വേണോ എന്ന് ചിന്തിച്ചു. അതിനുശേഷം സമാധാനം തിരഞ്ഞെടുത്തു എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നു കേട്ടോ. ഇതേ സമയമാണെങ്കിൽ അതെന്താ അങ്ങനെ പപ്പയും എൽസമാൻ്റെയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുകയാണ് അലീന. ഇതേ സമയം അവർ തമ്മിൽ തുടക്കം മുതലേ സ്വരച്ചേരായ്മയാണ് ഞാൻ കണ്ടുവന്നത് എന്ന് പറയുന്നു. അല്ല, അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നോ വല്യപ്പച്ച എന്ന് ചോദിക്കുന്നു. ഇതേ സമയം അവർ തമ്മിൽ എപ്പോഴും വഴക്ക് ആയിരുന്നു എന്ന് വെച്ചാൽ അങ്ങനെയല്ല മോളെ, വഴക്കല്ല. അവരുടെ സംസാര രീതി അതൊക്കെ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. അത് വളരെ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയിരുന്നത് എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. അതെല്ലാം കൂടാതെ അവരുടെ മക്കളും അവനുമായിട്ട് ഇപ്പോൾ വലിയ ടച്ചൊന്നും ഇല്ല എന്ന് പറയുന്നു. അവർ നന്നായിട്ട് പഠിക്കുമോ എന്ന് അലീന ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊന്നും എനിക്ക് വലിയ ധാരണയൊന്നുമില്ല എന്നും വല്യപ്പച്ചൻ പറഞ്ഞു വയ്ക്കുന്നു. ഇതേ സമയം അപ്പോൾ ഒരു കാര്യവും നിങ്ങൾ അന്വേഷിക്കാറൊന്നുമില്ലേ എന്ന് ചോദിക്കുന്നു. ഞങ്ങളുമായിട്ട് അത്ര വിളിയും പറച്ചിലോ ഒന്നുമില്ല. അവർ അവരുടേതായ കാര്യങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു. കൂടാതെ നമ്മുടെ സ്റ്റാലിൻ്റെ മക്കളെക്കുറിച്ച് പറയുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. അതിൽ ഓരോരുത്തരെയായിട്ട് അലീനയ്ക്ക് പേര് പറഞ്ഞ് വിശദീകരിച്ച് കൊടുക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയുന്നുണ്ട്. അതിക്കെല്ലാം പുറമെ നമ്മുടെ മുത്തശ്ശനോട് ഒരുപാട് ചോദ്യങ്ങൾ അലീന ചോദിക്കുന്നുണ്ട്. മുത്തശ്ശൻ അതിനെല്ലാത്തിനും ഉത്തരം പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് എന്താണ് കാര്യമെന്ന് പതിയെ പിടികിട്ടുകയാണ് എന്ന് കാണാനായിട്ട് കഴിയൂട്ടോ. ഇതേ സമയമാണെങ്കിൽ എങ്ങനെയെങ്കിലും പപ്പയുടെ ജീവിതം പുനഃസ്ഥാപിക്കണമെന്ന് അലീന ചിന്തിക്കുന്നുണ്ട് എന്ന് കാണാൻ കഴിയും. അതിനായിട്ട് അലീന പരിശ്രമിക്കുന്നുണ്ട് എന്നും കാണാം. ഇവിടെയാണെങ്കിലോ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ തൻ്റെ സഹോദരങ്ങളുടെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് എന്ന് കാണാം. അവരാണെങ്കിൽ വളച്ച് കെട്ടിയാണ്ടോ പറയുന്നത്. അപ്പോൾ സ്റ്റാലി പറയുന്നുണ്ട്, വളച്ച് കെട്ടിയൊന്നും പറയേണ്ട ആവശ്യകതയൊന്നുമില്ല, നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറഞ്ഞോളാനായിട്ട് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കാര്യമാണ് പറയുന്നതെന്ന് കാണാം. അപ്പോൾ സ്റ്റാലി പറയുന്നുണ്ട്, അതെ, അലീന എൻ്റെ മകളാണെന്നും അവൾ അനാഥാലയത്തിലായിരുന്നെന്നും അനാഥാലയത്തിൽ കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല എന്നും അവളെ ഞാൻ എൻ്റെ കൂടെ കൂട്ടി എൻ്റെ കൂടെ താമസിപ്പിച്ചു എന്നും പറയുന്നു. അത് തന്നെയാണ് ഏട്ടാ ഏറ്റവും വലിയ തെറ്റ്.
ചേട്ടന് ഇഷ്ടപ്പെട്ട രീതിയിലാണ് ചിന്തിക്കുന്നത്. ഞങ്ങളുടെ അഭിമാനത്തിന് ചേട്ടൻ എന്ത് പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങളുടെ അഭിമാനത്തിന് നിങ്ങൾക്ക് എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. പണോ എന്തു വേണമെങ്കിലും ഞാൻ തരാം നിങ്ങളുടെ അഭിമാനത്തിന്, മാനനഷ്ടത്തിന് എന്ന് പറയുമ്പോൾ ഏട്ടനോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും അത് ശരിയല്ല എന്ന് പറയുകയാണ് എന്ന് കാണാം. ഇതേ സമയമാണെങ്കിൽ സ്റ്റാലിയാണെങ്കിൽ എന്നെ ശരിയും തെറ്റൊന്നും നിങ്ങൾ പഠിപ്പിക്കാൻ നിൽക്കേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമേണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്റ്റാലിയാണെങ്കിൽ എവിടേക്ക് നമ്മുടെ തറവാട്ടിലേക്ക് യാത്ര തിരിക്കുകയാണ്. ദേഷ്യപ്പെട്ടുകൊണ്ടാണ് പോകുന്നതെന്ന് വല്യപ്പച്ചൻ അലീനയോട് പറയുമ്പോൾ എന്തു പറ്റി എന്ന് ചോദിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ഇതേ സമയം അതിനെക്കുറിച്ചൊന്നും തനിക്കറിയില്ല മോളെ എന്ന് വല്യപ്പച്ചൻ പറഞ്ഞു വയ്ക്കുകയാണ് എന്നും കാണാൻ കഴിയുന്നുണ്ട്. കൂടാതെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീന ഒരുപാട് കാര്യങ്ങൾ വല്യപ്പച്ചനോട് പറയുന്നതാണ്. അപ്പയും അതായത് മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. പരസ്പരമായി ഒരു സ്നേഹവും കൂടാതെ ഒരു കരുതലുമൊക്കെ വേണമെന്ന് പറയുന്നു. പണ്ട് ഞാനാണെങ്കിൽ ഓർഫനേജിൽ നിന്ന് സ്കൂളിലേക്ക് പോകുമ്പോൾ അവരുടെ അതായത് വേറെ കുട്ടികളുടെ മാതാപിതാക്കൾ വളരെയധികം ശ്രദ്ധയോടെയും സ്നേഹത്തോടെയും ഉമ്മയൊക്കെ നൽകിയാണ് മക്കളെ സ്കൂളിലേക്ക് അയക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് വല്യപ്പച്ച അങ്ങനെയൊരു കാലം എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം വല്യപ്പച്ചന് അലീനയുടെ മനസ്സിലെ ആഗ്രഹങ്ങളുമെല്ലാം മനസ്സിലാകുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വല്യപ്പച്ചൻ പറയുന്നുണ്ട്, മോളെ എല്ലാം ശരിയാവുമെന്നേ. അവൻ നിന്നെ സ്നേഹിക്കും, പക്ഷെ അവന് കുറച്ച് സമയം കൊടുക്കണം. അവന് എങ്ങനെ മക്കളെ സ്നേഹിക്കണ്ടേ എന്നൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ അതിനായിട്ടാണ് വല്യപ്പച്ച ഞാൻ ഈ യുദ്ധം ചെയ്യുന്നത്. പപ്പയുടെ മനസ്സിൽ ഒരു ഇടം പിടിക്കാനായിട്ട്, പപ്പയുടെ മനസ്സിൽ ആ ചിന്തകളെ ഒന്ന് മാറ്റി നിർത്താനായിട്ട് എന്ന് അലീന പറയുന്നത് കാണാം. ഇതിനെല്ലാം പുറമെ ബാലചന്ദ്രനെ കാണിക്കുന്നുണ്ട്. ബാലചന്ദ്രനാണെങ്കിൽ ലെഗ് ഇട്ട് മദ്യപിച്ച് വന്നെത്തുകയാണ് നമ്മുടെ കടപ്പാട്ടൂർ വീട്ടിൽ. ചോദ്യവുമായി വൈജയന്തി നിൽക്കുമ്പോൾ വൈജയന്തിയെ പൊളിച്ചടുക്കിക്കൊണ്ട് ബാലചന്ദ്രൻ വൈജയന്തിക്കുള്ള മറുപടി കൊടുക്കുകയാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. വൈജയന്തിയെ ഒടുവിൽ തല്ലാനായിട്ട് ബാലചന്ദ്രൻ ഒരുങ്ങുകയാണ് എന്നും കാണാം. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ.